ചത്തവനെ ജീവനോട് കുരിശിൽ തറയ്ക്കാനുള്ള വെമ്പൽ, അധികാരഭ്രമം തലയ്ക്ക് പിടിച്ച നികൃഷ്ട ജീവികൾ. എന്നാലും ഒരു മനുഷ്യൻ ഇത്രയ്ക്ക് സഹിക്കാനാകുന്നു. അവൻ പറഞ്ഞ 3-ാം ദിവസമാണിന്ന്, ആഴ്ചയുടെ ആദ്യ ദിനം. ക്ലെയോപ്പാസ്, നിനക്കും അറിയാവുന്നതല്ലേ അവൻ പറഞ്ഞതല്ല? അല്പം ദൂരെ കൂടുതലാണെങ്കിലും എമ്മാവുസിലേക്ക് പോകുന്നതാ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തുകൊണ്ടും നല്ലത്. എമ്മാവുസിലേക്ക് ഇനി ഏകദേശം 30 സ്റ്റാദുകൾ കൂടെ ഉണ്ട്. വല്ലാത്ത ക്ഷീണം. ഈ ഉഷ്ണം സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എന്തൊരു ദാഹം! അല്പം വെള്ളം തരുമോ? താങ്കൾ ക്ലെയോപ്പാസല്ലേ? ഞാൻ ശിമയോൻ. ഇതിന്റെ മുഖ്യൻ ഷേബാൻ. നമ്മളെന്നാ സിഹിയോൻ മാളികയിൽ വെച്ച്. അതെ, ഞാൻ ക്ലെയോപ്പാസ്, ഇതിന്റെ സ്നേഹിതൻ. ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നതാ. നസ്രായനായ യേശുവാണ്. ഒന്ന് പതുക്കെ പറ ക്ലെയോപ്പാസ്. ശത്രുക്കൾ എവിടേക്കുണ്ടെന്ന് അറിയില്ല. എമ്മാവുസ് എത്തുന്നത് വരെ ഒരു സമാധാനവുമില്ല. ഭയവും ഭീതിയും മാത്രം. വിശ്വാസിക്ക് ഭയമോ? എങ്ങനെ ഭയക്കാതിരിക്കും? നീയും കേട്ടതില്ലേ കുരിശിൽ കിടന്നവൻ ഏലിയെ വിളിച്ച് കരഞ്ഞത്? ദൈവപുത്രന്റെ ജീവനത്തെ ശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനും കണ്ടതാ. ദൈവപുത്രന്റെ ജീവനത്തെ ശരീരം പോലും. അതെ, സത്യമായും അവൻ ദൈവപുത്രൻ തന്നെ. കല്ലിനോ കാൽവരിക്കോ മണ്ണിനോ മരക്കുരിശിനോ മനുഷ്യപുത്രനെ തളയ്ക്കാൻ ആരില്ല. കന്യകയിൽ നിന്ന് പിറന്നതും മാലാഖമാർ സ്തുതി പാടിയതും ജ്ഞാനികൾ ആരാധിച്ചതും ജെറുസലേമിന്റെ രക്ഷയെന്ന് സമർപ്പണ വേളയിൽ മഹാന്മാക്കൾ വാഴ്ത്തിയതും നിങ്ങൾക്കറിയില്ലേ? അനുഭവിച്ചറിഞ്ഞ സത്യത്തെ നിങ്ങൾ എന്തിനു മൂടി വയ്ക്കുന്നു? അവന്റെ അത്ഭുതങ്ങൾക്ക് നീയും സാക്ഷിയല്ലേ? ശരിയാണ്, എന്റെ ഗുരുവിനെ ഞാനും അനുഭവിച്ചതാ. എന്നിട്ടും അവൻ എന്തേ സ്വയം രക്ഷിച്ചില്ല? കുരിശിലെ അത്ഭുതം പ്രതീക്ഷിച്ചവരെ എന്തിനവൻ നിരാശപ്പെടുത്തി? അത്ഭുതങ്ങളിൽ നിന്ന് അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. അവരുടെ സഹനവും മരണവും ഒരു അടയാളമാണ്, മഹത്വത്തിന് മുമ്പുള്ള അടയാളം. അല്ല, നിങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? കുറച്ചു നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. നല്ല ചോദ്യം. നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ അറിയാത്ത പരദേശിയാണോ? കുറ്റവാളികളെ കുരിശിലേറ്റുന്നത് ജെറുസലേമിൽ ഇത് ആദ്യമൊന്നുമല്ലല്ലോ. ആ കുറ്റവാളി ആരെന്നറിയണമെങ്കിൽ ആദ്യം അവനെ അറിയാം. പറയൂ സ്നേഹിത, ആരാണ്? കേൾക്കട്ടെ. ഗദറായ ശവകുടീരങ്ങളിൽ പാർത്തിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒന്നല്ല, 1000-മാണ്. എനിക്കറിയില്ലേ? അറിയാം, നീ യേശുവ, ദൈവത്തിന്റെ പരിശുദ്ധൻ, ദൈവപുത്രൻ. സാത്താനെ, നന്മയുടെ രൂപം ധരിച്ച തിന്മയുടെ ശക്തി, നീ വെച്ച് നീട്ടിയ മാലിന്യങ്ങളുമായി എന്റെ ജനത്തെ വിട്ട് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ സുഖം തേടുന്ന പന്നിക്കൂടത്തിലേക്ക് പോകും. ഞാൻ കൽപ്പിക്കുന്നു, അവനെ വിട്ട് നീ പുറത്തു പോകൂ. സമാധാനമായി വീട്ടിലേക്ക് പോകും. അയാളിലെ പിശാച് പോയോ? ഇതാ നസ്രായനല്ലേ, തച്ചൻ ജോസഫിന്റെ മകൻ. മറിയമല്ലേ ഇവന്റെ അമ്മ? ഇയാൾക്ക് ഇതൊക്കെ എവിടെ നിന്ന്? വിശ്വാസികൾ പോലും ഇയാളെ അനുസരിക്കുന്നല്ലോ. ശരിക്കും ഇയാൾ ആരാണ്? അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ ഒരു വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? ചെറിയ അജഗണമേ, ഭയപ്പെടാൻ. നിങ്ങൾക്ക് രാജ്യം നൽകാൻ
നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഗുരു, ആ രാജ്യം അവകാശമാക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വയലിൽ പാകിയ കടുകുമണി പോലെ. തന്താനെ നാനേ, തന്താനെ നാനേ, തന്താനെ നാനേ നോ. കടുകുമണി എല്ലാ വിത്തിനേക്കാളും ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി എല്ലാ പറവകളും ചേക്കേറാൻ തക്കവണ്ണം വലിയ മരമായി മാറും. ഗുരു, നിന്നെ കേട്ടിരിക്കുന്ന ജനം വളരെ ക്ഷീണിതരാണ്. സമയമേറെയായി. ഇപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടാൽ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള നാണയത്തൊട്ടുപോലും നമ്മുടെ കയ്യിലില്ല. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാകുലരാകുന്നു? ആകാശത്തിലെ പക്ഷികളെ നോക്കുന്നു. അത് വിധിക്കുകയോ കുയ്യുകയോ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല. ആഭായുടെ കാരുണ്യം, അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കുക. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഗുരു, ഒരു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. കേപ്പ, നീ എന്റെ ജനത്തെ വിശ്രമിക്കാൻ നിർത്തി. എവിടെ അപ്പവും? ഇതാ ഗുരു. ആഭ, നിന്റെ ഹിതമാണ് എൻ്റെ ആഹാരം, നിന്റെ ഇഷ്ടമാണ് എൻ്റെ പാനീയം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതാ കൊടുക്കുക. ആരാണ് എന്നെ സ്പർശിച്ചത്? പ്രഭുവിനെ, അങ്ങ് എന്താണ് ഈ ചോദിക്കുന്നത്? ഇത്രയും ആളുകൾ നേരെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അതിനെങ്ങനെ ഉത്തരം നൽകും? കേപ്പ, വിശ്വാസത്താലുള്ള ആഗ്രഹത്തിൽ അഭിഷേകം. പിതാവിന്റെ കാരുണ്യം അനന്തമാണ്. ആർക്കോ പിതാവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. കർത്താവേ, കരുണ തോന്നണമേ. ഞാനാണ് നിന്റെ വസ്ത്രത്തിൽ തൊട്ടത്. കഴിഞ്ഞ 12 വർഷമായി ആർക്കും സുഖപ്പെടുത്താനാവാത്ത രക്തസ്രാവത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകിയത് ഈ സ്പർശനമാണ്. കരയണ്ട, നിന്റെ രക്ഷ നിന്റെ വിശ്വാസത്തിൽ. ഇതാ വിശ്വാസമോടെ നാഥന്റെ വസ്ത്രത്തെ സ്പർശിച്ച നേരം സൗഖ്യമായി. അവന്റെ ജീവിതം മുഴുവൻ സാന്ത്വന വാക്കുകളുടെയും സൗഖ്യപ്പെടുത്തലിന്റെയും വിടുതലിന്റെയും നീരുറവയായിരുന്നു. ആയിരങ്ങളല്ലേ അവൻ വഴി ആശ്വാസം പ്രാപിച്ചത്. കരയിലും കടലിലും കരളിലും കനവിലും അവന്റെ കാരുണ്യം എന്നും നിറഞ്ഞു നിന്നു. അവന്റെ ജീവിതം നിഷ്കളങ്കർക്ക് ആശ്വാസവും കുബുദ്ധികൾക്ക് ഭാരവുമായിരുന്നു. അവന്റെ അത്ഭുതങ്ങളിൽ അവർ വിശ്വസിച്ചില്ല. അവൻ എന്നും അവർക്കൊരു വെല്ലുവിളിയായിരുന്നു. അധികാരം നഷ്ടപ്പെടുമെന്ന തോന്നലായിരുന്നു എല്ലാറ്റിന്റെയും ആരംഭം. അന്ന് ആ പെസഹായുടെ ആഴ്ചയിൽ ഞാനിതെങ്ങനെ സഹിക്കും? എനിക്കിനി ആരുമില്ല. മോനെ, നീ ആശ്വസിക്കണം. മോനെ, നിന്നെ സ്നേഹിച്ച് അമ്മയ്ക്ക് മതിയായില്ലടാ. ഏക മകൻ മാത്രമായിരുന്നു അവളുടെ ആശ്രയം. അവൾ വീണ്ടും ഒറ്റയ്ക്ക് കഷ്ടം. കേപ്പ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. സ്ത്രീയെ, സമാധാനമായിരിക്കും. ആശ്രയം മുഴുവൻ ദൈവത്തിൽ അർപ്പിക്കുക. അവനെല്ലാം സാധ്യമാണ്. ദൈവം പോലും എന്നെ കൈവിട്ടില്ല. എനിക്കിനി ആരുമില്ല. എന്റെ യാഹ്വേ. ആഭാ, മുറിവേറ്റ ഹൃദയത്തിന്റെ നൊമ്പരം അറിയുന്നവനെ, സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തേണമേ. യുവാവേ, മരണത്തിന്റെ ബന്ധനങ്ങൾ അരിച്ച് പാപം മഞ്ചത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുക.
പാട് നെഹമ്യ, അവരിത് യോശാനമാണ്. അധികാരമുള്ള രാജാവിനെ പോലെയാണ് വന്നത്. എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും തിരുത്തി എഴുതിക്കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ അവൻ്റെ രാജ്യം ഐഹികമല്ലെന്നും അവൻ്റെ വിപ്ലവം സ്നേഹത്തിൻ്റേത് മാത്രമാണെന്നും അവൻ നൽകുന്നത് നിത്യജീവനാണെന്നും അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരുനാളിൽ വരൂ. എന്താണ് നടക്കുന്നത്? ഇതും ദേവാലയത്തിന്റെ ഭാഗമല്ലേ? അതെ, ഇത് അതിവിശുദ്ധ സ്ഥലമല്ല, ദേവാലയത്തിന്റെ പുറംഭാഗം മാത്രം. ഇവിടെ ക്രയവിക്രയം നടത്താൻ അധികാരികളാണ് ഞങ്ങൾക്ക് അനുവാദം തന്നത്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ. ചുമ്മാ സമയം മെനക്കെടുത്താതെ ഇയാൾക്ക് വല്ലതും വേണമെങ്കിൽ മേടിച്ചിട്ട് പോകും. ദുഷ്ടനെ വഴിപിഴച്ച ജനമേ, ഇതിന്റെ പിതാവിന്റെ വാസസ്ഥലമാണ്. അത് കവർച്ചക്കാരുടെ ഗുഹയായിരുന്നു നിങ്ങൾ. എന്റെ ആലയം നഷ്ടമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ എന്നെ കാണുന്നു. സ്വർഗരാജ്യത്തിൽ നീ നിക്ഷേപം കരുതി വെക്കുക, അതുവഴി നിത്യജീവൻ. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ശേഷം എന്നെ അനുഗമിക്കുക. ഗുരു, മരണത്തിൻ നിഴലേറ്റ താഴ്വരയിൽ നടന്നാലും ഞാൻ തെല്ലും ഭയപ്പെടില്ല. എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിനെ ആശ്ലേഷിക്കാൻ അവിടുന്ന് എന്നെ വിളിച്ചപ്പോൾ ആ വിശുദ്ധിയിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഓടിയകന്നു. ധനമോഹങ്ങൾ എന്നെ മത്ത് പിടിപ്പിച്ചിരുന്നു. എന്റെ പണസഞ്ചിയിലെ കിലുക്കം എന്റെ കാതുകളെ തകർത്ത് എന്റെ ചങ്കിടിപ്പായി മാറി. എങ്കിലും ഞാൻ മൃതനായിരുന്നു. എന്നാൽ യേശുവ, അവൻ പുനരുദ്ധാനമാണ്, ഉയർപ്പാണ്. അവൻ ഇന്നും എന്നും ജീവിക്കുന്നു. അവൻ എന്നെ നേടിയവനാണ്. എങ്കിൽ ഞാൻ നടന്നു നീങ്ങട്ടെ സ്നേഹിതരെ. ദൈവം കൂട്ടിനുണ്ട്. വരൂ ഷേബാൻ. അപ്പോൾ അയാൾ സത്യമായ ദൈവപുത്രനായിരുന്നു അല്ലേ? പിന്നെ എന്താണ് സംഭവിച്ചത്? അവൻ തിരഞ്ഞെടുത്ത 12 പേരിൽ മുക്കുവന്മാരും ചുങ്കക്കാരും തീവ്രവാദികളും പാപികളും ഒക്കെ ഉണ്ടായിരുന്നു. ധനമോഹത്താൽ യൂദാസ് തട്ടിക്കൊടുത്തു ഗുരുവിനെ. സെൻഹേദ്രിൻ സംഘം ദൈവദൂഷണം ആരോപിച്ചു അവന്. ജനങ്ങളുടെ നിർബന്ധ പ്രകാരം പീലാത്തോസ് കുരിശുമരണം വിധിച്ചു. അങ്ങനെ നിരപരാധി അപരാധിയായി. അവന്റെ മരണം ജെറുസലേം ആഘോഷിച്ചു. നസ്രത്തിലെ പ്രവാചകന് അവസാനം ധനവാന്റെ വക കല്ലറയിൽ. മോശന്മാരെ, ദാവീദ് മേശയായി പ്രവചിച്ചത് നിങ്ങൾക്കറിയില്ലേ? മനുഷ്യപുത്രൻ സഹനത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം മരണത്തെ പരാജയപ്പെടുത്തി ഉയർക്കുമെന്ന്. യോന 3 ദിവസം മത്സ്യത്തിനുള്ളിൽ കരഞ്ഞതുപോലെ മനുഷ്യപുത്രൻ കല്ലറയുടെ ഇരുട്ടിൽ മറയപ്പെടണമെന്നുള്ളത് ഒരു തിരുവരുത്തായിരുന്നു. മോശ മരുഭൂമിയിൽ പിച്ചള സർവ്വത്തെ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജനം രക്ഷ പ്രാപിച്ചതുപോലെ ഗോൽഗോത്തായിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രൻ എല്ലാവർക്കും രക്ഷയായി. മന്ദഹൃദയർ മരണമാകുന്ന അന്ധകാരത്തിൽ നിത്യജീവന്റെ നീതിസൂര്യൻ ഇതാ ഉദയം ചെയ്തിരിക്കുന്നു. അതിന്റെ ചെറുകളിൽ നിന്ന് നിങ്ങൾ സൗഖ്യം അനുഭവിക്കുമെന്ന് മലാക്കി പ്രവചിച്ചത് ഇന്ന് ഇവിടെ പൂർത്തിയാകും. എന്നാൽ സ്നേഹിതരെ, ഞാൻ യാത്ര തുടരുകയാണ്. അധിക ദൂരം ഇനി താണ്ടേണ്ടതുണ്ട്. ഈ നേരത്ത് ഇനിയൊരു യാത്ര വേണ്ട സ്നേഹിത. ഇരുട്ട് വീണിട്ടുണ്ട്. മാത്രമല്ല അങ്ങ് വളരെ ക്ഷീണിതനാണ്. വരൂ, നമുക്ക് അത്താഴം കഴിക്കാം. എല്ലാവർക്കും ഉള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിച്ചാലും.
സത്യമായി ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് സമാധാനം. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് പറഞ്ഞിരുന്നവയെല്ലാം പൂർത്തിയാകേണ്ടതിനാണ് ഇതെല്ലാം സംഭവിച്ചത്. പാപമോചനത്തിന്റെ പുതിയ സുവിശേഷം ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലെ എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കും. അങ്ങനെ ഈ ലോകത്തിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ഇതാ മിശിഹ